വെറും ഒരു സൈക്കിൾ അഗർബത്തി വിറ്റുകൊണ്ടിരുന്ന ഒരാൾ എങ്ങനെയാണ് 1700 കോടി രൂപയുടെ കമ്പനി സ്ഥാപിച്ചത്? അപ്പോൾ ഇതുപോലുള്ള ഇൻസ്പയറിംഗ് സ്റ്റോറീസിനെ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 1948 എൻ രംഗറാവു ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്. അന്ന് വിപണിയിലുണ്ടായ അഗർബത്തികൾക്ക് നല്ല സുഗന്ധമൊന്നുമില്ലായിരുന്നു. കൂടാതെ അത് പൂർണ്ണമായും കത്തിത്തീരുന്നതുമായിരുന്നില്ല. അന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന അഗർബത്തീസ് കമ്പനികൾ കൂടുതൽ ഫോക്കസ് ചെയ്തത് സ്റ്റിക്കുകളുടെ എണ്ണത്തിലും പാക്കേജിങ്ങിലുമായിരുന്നു, ക്വാളിറ്റിയിലല്ലായിരുന്നു. റാവു മാർക്കറ്റിൽ ഈ ഒരു ഗ്യാപ്പ് കണ്ടെത്തുകയാണ്. ഈ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ അയാൾ തീരുമാനിക്കുകയാണ്. ഒരു വ്യത്യസ്തതയുള്ള, മറ്റാരും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സുഗന്ധമുള്ള ഒരു അഗർബത്തി തയ്യാറാക്കാൻ അയാൾ തീരുമാനിക്കുകയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇതിനു വേണ്ടിയുള്ള പെർഫ്യൂം ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അതിനാൽ അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് പെർഫ്യൂം ഉണ്ടാക്കുന്ന ബുക്കുകൾ വായിച്ച് പഠിച്ച് ഫ്രേഗ്രൻസ് ഉണ്ടാക്കുന്ന രീതി മനസ്സിലാക്കി തൻ്റെ ആദ്യത്തെ അഗർബത്തി പുറത്തിറക്കുകയാണ്. പക്ഷെ ഇനിയായിരുന്നു മറ്റൊരു പ്രശ്നം. മറ്റ് ബ്രാൻഡുകളുടെ ഡീലർമാർ റാവുവിൻ്റെ ഈ അഗർബത്തി അവരുടെ ഷെൽഫിൽ വെക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ റാവു തളരുന്നില്ല. അദ്ദേഹം തൻ്റെ മാർക്കറ്റിംഗിലെ മാസ്റ്റർ പ്ലാൻ പുറത്തിറക്കുകയാണ്. പീക്ക് അവേഴ്സിൽ കടകളുടെ മുന്നിൽ തൻ്റെ അഗർബത്തീസ് കത്തിച്ച് വെച്ചിട്ട് പോവുകയാണ്. ആ അഗർബത്തിയുടെ സുഗന്ധം നല്ലതായതുകൊണ്ട് തന്നെ വരുന്ന കസ്റ്റമേഴ്സ് ഈ അഗർബത്തീസിനെ പറ്റി കടക്കാരനോട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ കസ്റ്റമേഴ്സിൽ നിന്നുള്ള ഡിമാൻഡ് കാരണം കടക്കാരന് റാവുവിന്റെ കയ്യിൽ നിന്ന് വിൽപ്പനയ്ക്കായി അഗർബത്തീസ് വാങ്ങേണ്ടി വന്നു. ഇങ്ങനെയാണ് നാം ഇന്ന് കാണുന്ന സൈക്കിൾ പ്യൂർ അഗർബത്തീസ് എന്ന കമ്പനി ഉണ്ടായത്. ഇന്ന് സൈക്കിൾ അഗർബത്തീസ് 75 രാജ്യങ്ങൾക്ക് മുകളിൽ വിറ്റഴിക്കുന്ന ഒരു ബ്രാൻഡാണ്. 1700 കോടി രൂപയാണ് ഇവരുടെ വാല്യുവേഷൻ. ഇതാണ് സൈക്കിൾ അഗർബത്തീസിന്റെ കഥ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസും കാണാൻ ശ്രമിക്കുക. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.